പ്രീത, ഈ മലപ്പുറത്ത് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. ചേട്ടൻ പറഞ്ഞതുപോലെ നടപടി ഉണ്ടായിരിക്കുന്നത് കരാറുകാരായിട്ടുള്ള KNR കൺസ്ട്രക്ഷൻസിന്റെ ഡീബാർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ മറ്റൊരു കാര്യമാണ് തോന്നിയത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അതായത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. കേന്ദ്രം എന്ത് പരിപാടി ചെയ്താലും ഏത് റോഡ് പണിതാലും അന്നേരം അവിടെ റോഡ് പണി തീരലും അവിടെ ഒരു ഫ്ലെക്സ് വരലും ഒക്കെ ഒരുമിച്ചായിരിക്കും. അതെ, ഫ്ലെക്സ് വരും. എന്റെ തല തൊട്ടടുത്ത അമ്മാവന്റെ തല. അതെ, അമ്മാവന്റെ തല. അപ്പൊ അങ്ങനെ വരും. ഈ പറയുന്നത് പോലെ എല്ലാ ക്രെഡിറ്റുകളും എല്ലാത്തിന്റെയും നല്ല ക്രെഡിറ്റുകളൊക്കെ വരുമ്പോ എല്ലാം എന്റെയാണ്, എന്റെ മോന്റെ മാത്രമാണ്, ചങ്കിലെയാണ് മാത്രമാണ് എന്ന് പറയും. ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ അമ്മാവനും മോനും എവിടെ? ഞങ്ങൾക്കറിയില്ല. ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കൊരു നിലപാടുണ്ടാവുക എന്നുള്ളത്, നിലപാട് ഉണ്ടാവണമെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ, അവർക്കില്ല എന്നുള്ളത് വ്യക്തമായതാണ്. അപ്പോൾ ഇപ്പൊ വിഴിഞ്ഞം തന്നെ കഴിഞ്ഞ ചർച്ചയിൽ ചേട്ടൻ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി. ക്രെഡിറ്റ് കൊണ്ടുപോയത് ആരാ? കാര്യം നടപ്പാക്കിയതാരാ? കേന്ദ്രത്തിന്റെ ഒറ്റ പിടിയിലാണ് അത് നടപ്പാക്കിയത്. അതുവരെ അദാനി ആരായിരുന്നു? ഇവർക്ക് വർഗശത്രുവായിരുന്നു. ഇപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ പറയുന്ന ദോസ്ത് പുരോഗമനമാണ്. പുരോഗമന പാതയിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ പുരോഗമനമാണ്. വെറുതെ പ്ലാൻ അല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഈ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും പോരാണ്ട് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് വരുന്നതൊക്കെ ഒന്നും വെളിയിൽ വരത്തില്ല. ഇല്ല, ഇവിടെ നിന്നുള്ള കണക്കും അങ്ങോട്ട് ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്തു തരേണ്ടത് അവരാണ്. ഞങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരുന്നതാണ്. ഞങ്ങൾ കൊടുക്കുന്ന ഒരു അല്ല, ഞങ്ങളുടെ ഔദാര്യമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നതാണ്. അതാണല്ലേ, അതാണ് അവിടെയാണ് പ്രശ്നം. അപ്പൊ ഈ നാട്ടുകാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആരും ഇടപെട്ട് കാണുന്നില്ല. ഇപ്പൊ കേന്ദ്രം ഈ പറയുന്നത് പോലെ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തീരുകയാണ്. എന്ത് ചെയ്യുന്നവരുമായിക്കോട്ടെ, എന്ത് രീതിയിൽ ചെയ്യുന്നവരുമായിക്കോട്ടെ, ആരാണെങ്കിലും ഒരു എന്താ പറയാ, ഇത് ആര് ചെയ്താലും അവർക്കെതിരെ നടപടി വേണം. ഇപ്പോൾ ഈ കരാർ കമ്പനിയെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് ഈ പ്രശ്നം തീരുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ഒരു ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ഈ കരാർ കമ്പനിക്ക് അതിനുള്ള വകുപ്പുണ്ടോന്ന് അറിയണ്ടേ? അല്ല, പാടത്തെ വെള്ളം അടിയിലോട്ട് കയറിയതാ. അതെന്താ നോക്കാത്തവർക്ക്? എത്രയോ ജിയോളജിസ്റ്റുകളുണ്ട് കൊണ്ടുവന്ന് ആ ഭൂമിയുടെ എങ്ങനെയാണ് കാര്യങ്ങൾ. ഈ പാലം ഉണ്ടായിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് വയലാണ്. അപ്പൊ വയലിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം കയറിയ റോഡ് രണ്ടായിട്ട് ഒന്നുപോയി. അതിന് സർവീസ് വെള്ളം കയറിയതാണ് പ്രശ്നം. അത് നോക്കാൻ അറിയാത്തതല്ല. അതാണ്, അത് നോക്കണം. അതാണ് ഈ പറയുന്ന ക്രെഡിറ്റ് കൊണ്ടുപോകുന്നവർ സർവവശവും നോക്കണം. ഈ കമ്പനിയെ പിരിച്ചുവിടുന്നതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. നമ്മള് ഇന്നലെ ET മുഹമ്മദ് ബഷീർ പറഞ്ഞു നിതിൻ ഗഡ്കരി എന്ന മന്ത്രിയെ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞു. നിതിൻ ഗഡ്കരി എന്ന മന്ത്രി, കേന്ദ്രമന്ത്രി, ഒരു പ്രഗത്ഭനായ മന്ത്രിയാണ്. ഒരിക്കലും നമ്മൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദോസ്താണ്. പല വിഷയങ്ങളുടെയും ചാലകം അദ്ദേഹമാണ്. ചാലകമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നാട്ടുകാരുടെ നെഞ്ചത്ത് നാട്ടുകാരുടെ ജീവനും കൊണ്ട് കളിക്കരുത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിപ്പം ഈ ഒരു റോഡ് പണി ഇങ്ങനെയുള്ള 66 പ്രീത കണ്ടിട്ടുണ്ടാകും. തൃശ്ശൂര് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്ന വഴി ആ റോഡ് പണിയൊക്കെ നടക്കുന്ന കാണുന്നില്ലേ? സർവീസ് റോഡുണ്ട്, അല്ലാതെ ഉണ്ട്. നാടിന് വികസനം വരട്ടെ, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇനിയിപ്പോ ഇവിടെയെല്ലാം പൊളിഞ്ഞു വീഴും. കാരണം മഴ വരാൻ പോവുക. അതിശക്തമായ മഴയാണ് ഇനി വരാൻ പോകുന്നത്. ഈ അതിശക്തമായ മഴയിൽ ഈ കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. പല ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്, പല രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിനൊന്നും ഇപ്പോഴും പരിഹാരമായിട്ടില്ല. ഈ എറണാകുളം എന്ന് പറയുന്ന സിറ്റിയിൽ ഒന്ന് നിർത്തി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? പാലാരിവട്ടത്ത് ഒരു പാലത്തിന്റെ കാര്യം അറിയാമല്ലോ. അതൊരു പഞ്ചവടി പാലമായിരുന്നു. അന്ന് ഈ പാലത്തിന് ഇളക്കമുണ്ടായി. ET മുഹമ്മദ് ബഷീറിന്റെ മുസ്ലിം ലീഗിന്റെ പാർട്ടിയിലെ നമ്മുടെ ഇബ്രാഹിം കുട്ടി എന്ന് പറഞ്ഞൊരു മന്ത്രി കളമശ്ശേരിയിൽ ജയിച്ചു വന്നിരുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അന്ന് ഇവർ എന്തെല്ലാം ഇവിടെ പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാലോ. ഒരു അറിവ് പോലും ഇല്ല. അവിടെ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകനെ നിർത്തി. അങ്ങനെയാണ് P രാജീവ് ഇവിടെ ജയിച്ചത്. ജനവിരുദ്ധ വികാരം ഭരണത്തിനെതിരെ ഉണ്ടായാണ് ജയിച്ചത്. അന്ന് ഈ പാലത്തിന് പറ്റിയ വീഴ്ചയിൽ
അന്ന് ജി സുധാകരനായിരുന്നു മന്ത്രി. ജി സുധാകരൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പാലത്തിന്റെ തൂണിന് ബലമില്ലായ്മ വന്ന്. അപ്പൊ പറഞ്ഞു വരുന്നത് അവർക്കുണ്ടായ വീഴ്ചയെ ആഘോഷിച്ചതാണ് ഈ സർക്കാർ. അതെന്നും അങ്ങനെയാണ് ചേട്ടാ, എന്നും അങ്ങനെയാണ്. ഒന്നും വേണ്ട, സരിതയുടെ കേസിൽ ആ സെക്രട്ടേറിയറ്റിന് ചുറ്റും അപ്പിയിട്ട് നാറ്റിച്ചതാണ് ഇവര്. അല്ല, തീർച്ചയായിട്ടും അത് സെക്കൻഡ് ഒരു മണിക്കൂർ ഒരു ദിവസത്തിന് അത് പക്ഷെ പൂട്ടിച്ചു കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു. അല്ല, ഒരു സ്ഥലത്ത് പോലും ഒരു റൂം പോലും കിട്ടാത്ത അത് മാത്രമല്ല, പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സഖാക്കൾക്ക് പറ്റിയില്ല. അത് മാത്രമല്ല, അതിന്റെ പിന്നിൽ ചില ഉടമ്പടി ചർച്ചകളൊക്കെ പോയി. അതുണ്ടായി. അത് വേറെ. ഞാൻ ചോദിക്കട്ടെ, അത് വേറെയാണെന്നല്ല, അത് ഇവര് അത്രത്തോളം പ്രതിഷേധം ഉണ്ടാക്കില്ലേ? ഇവരുടെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോ എന്തായിരുന്നു? അത് പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരുടെ ചുണയില്ലായ്മയല്ലേ? എന്നിട്ട് അവർ ജയിച്ചില്ലേ? അതല്ലേ അവർ ചോദിച്ചേ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചോ പറഞ്ഞില്ലേ, ഈ പറയുന്ന അനിൽകുമാറിനെ പോലെയുള്ള പാർട്ടി വക്താക്കൾ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? ബിരിയാണി ചെമ്പ്, ഖുറാൻ, എന്നിട്ട് എന്തായി? ഞങ്ങൾ തിരിച്ചു വന്നില്ലേ? ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോ ഉള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണുന്നില്ല എന്ന് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. കാരണം പുള്ളിയുടെ ഫ്ലെക്സ് അവിടെ കാണുന്നില്ല. അമ്മായിയച്ഛൻ അതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അമ്മായിയച്ഛൻ ഡൽഹിക്ക് പോയി നിതിൻ ഗഡ്കരിയെ കാണേണ്ടി വരും. കാര്യം അവര് മച്ചമ്പിയാണ്, അതുകൊണ്ട് ദോസ്താണ്. അളിയ എങ്ങനെയെങ്കിലും എന്റെ മരുമോനെ രക്ഷിക്കണം, പുരുഷു അനുഗ്രഹിക്കണം. സംഭവം ഇത് പറയാൻ വേണ്ടി അദ്ദേഹം പോയിരിക്കുവാണ്. പിന്നെ രണ്ടാമത് ഇതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലെ റോഡ് ചെറുതായിട്ടൊന്ന് പുതുക്കി പണിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഈ സ്മാർട്ട് റോഡ് പദ്ധതി തദ്ദേശ മന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനും കൂടെ ഇടപാടിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഏത് ദേശത്ത് നടക്കുന്നു എന്നുള്ളതാണ് തദ്ദേശ മന്ത്രിയുടെ വിഷയം. തദ്ദേശ മന്ത്രി ശശിയായി എന്നുള്ളത്. അതെ, തദ്ദേശ മന്ത്രി ശശിയായി. അത് മാത്രമല്ല, ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വൈകിയേ വിവേകം ഉണ്ടാകുള്ളൂ. ഈ പറയുന്ന റിയാസ് എന്ന മഹാൻ ഓവർ സ്മാർട്ടായി എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇപ്പോഴാണ് ഗോവിന്ദന്റെ ആൾക്കാർക്ക് മൂളയുണ്ടായത്. മനസ്സിലായോ? അങ്ങനെ ഇപ്പോ ഓവർ സ്മാർട്ട് ആകണ്ട. അങ്ങനെ ഒരു പൊതുശത്രുവായി റിയാസ് തീർന്നിരിക്കുന്നു എന്നൊരു സംസാരം, ഒരു പൊതുശത്രുവായി. സത്യത്തിൽ MP രാജേഷിന് ആ പരിപാടിയിൽ അത്രത്തോളം അവഗണിച്ചു. രാജേഷിന് ഇത് വേണമെന്ന് പറയാൻ കാര്യം, ഒരു വേള ബംഗാളില് എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഭരണം നഷ്ടമായത്? നന്ദിഗ്രാം പോലുള്ള ഗ്രാമത്തില് അവിടെ കൊക്കോകോള കമ്പനി കൊണ്ടുവരാൻ വന്ന് വെടിവെപ്പും പ്രശ്നം ഉണ്ടായല്ലോ. പാലക്കാടുകാരനായ രാജേഷിന്റെ മറുപടി കേൾക്കണമായിരുന്നു ഈ ബ്രൂവറി വരുന്നതിന്. പാലക്കാട് ബൈ ഇലക്ഷന് ശേഷം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് അഹങ്കാരമായിരുന്നു രാജേഷ് ആ ബ്രൂവറി വരുന്നതിന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ രാജേഷിന്റെ ഭാഷയും. രാജേഷിനെ പോലൊരു നേതാവ് അയാളുടെ ശരീരഭാഷയ്ക്ക് പറ്റിയ രീതിയിലല്ല സഭയിൽ സംസാരിച്ചത്. അത് ആർക്ക് കമ്മീഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി? അത് രാജേഷ് പറയട്ടെ, വെളിപ്പെടുത്തട്ടെ. അപ്പൊ ആ രാജേഷിന് ഇത് പറയാൻ അർഹതയില്ല. കൊണ്ടുപോട്ടെ റിയാസ്, അതിന്റെ ആനുകൂല്യം. എന്തായാലും നമുക്കിനി അടുത്ത റോഡിന്റെ ഉദ്ഘാടനത്തിന് റിയാസിന്റെ ഫ്ലെക്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും റിയാസിന്റെ ഫ്ലെക്സ് ഉണ്ടാവും. റിയാസ് ഈ പാർട്ടി ഹൈജാക്ക് ചെയ്യും. രാജേഷും രാജീവും ബാലഗോപാലും ഒക്കെ കൈകാലിട്ടടിക്കും. അവർ തന്നെ അതിന് വഴി ഉണ്ടാക്കിയത്. അല്ല, നമുക്കൊന്നും പറയാനില്ല.